കൂടി സമ്മതിച്ചാണ് എന്ന ആ സമ്മതത്തിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. കൊടും ഭീകരതയിലുള്ള ഭയപ്പെടുത്തലാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു. നിർമ്മാതാവ്, സംവിധായകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വന്നു. ഇനിയും രംഗത്ത് വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം ഇതൊരു രൂപമാണ്, ഒരു സ്വഭാവമാണ്. അപ്പോൾ ആശയങ്ങൾ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാംസ്കാരിക തലം എന്ന് പറയുന്നതിൻ്റെ ജീവിതത്തിൻ്റെ ഉപരിഘടനയാണ്. ആ ഉപരിഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ. ആ സിനിമയെ ഞങ്ങൾ അനുവദിക്കില്ല. വംശഹത്യയെ വിമർശിച്ചുകൊണ്ട് ഒരു സിനിമയുണ്ടായാൽ അതിനെ ശരിയായ രീതിയിൽ അത് ഓടാൻ അനുവദിക്കില്ല എന്നാണ് പച്ച മലയാളം. അപ്പോൾ വർഗീയത തുറന്നു കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ അത് വെച്ചു പൊറിപ്പിക്കുന്ന നിലപാടല്ല ഞങ്ങളുടേത് എന്ന് ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് തെളിയിക്കുകയാണ്. അപ്പോൾ അത്തരം സിനിമകൾക്കെതിരായി ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ, ഈ സ്വേച്ഛാധിപത്യപരമായ ഫാസിസ്റ്റ് രീതിയിലുള്ള ഈ നിലപാടിനെ ജനങ്ങളുടെ ശക്തിയായ എതിർപ്പോടെ, പ്രതിരോധത്തോടെ നമുക്കിതിനെ, ഈ അപകടകരമായ രീതിയിലുള്ള സാംസ്കാരിക രംഗത്തെ ഫാസിസ്റ്റ് പ്രവണതയെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിനാവശ്യമായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാനാവണം എന്നാണ് ഇപ്പോഴും പൊതുവെ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം ചേർന്ന് തീരുമാനിച്ചതായിട്ട് കാണുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഈ ഒരു സിനിമയുടെ പ്രശ്നം മാത്രമല്ല, ഗുജറാത്തിലെ വംശഹത്യയെ സംബന്ധിച്ച് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിന് ശ്രമിച്ച, ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുള്ള ലോകപ്രസിദ്ധ മാധ്യമമായ BBC-ക്കെതിരെ നടപടിയുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നത് നമുക്കറിയുന്ന കാര്യമാണ്. BBC-യുടെ നിലപാടിനെതിരായിട്ട് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഗുജറാത്തിലെ വംശഹത്യവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി തയ്യാറാക്കി എന്നുള്ളതാണ്. കർഷക സമരം നല്ല നിലയിൽ ജനങ്ങളിൽ എത്തിച്ചതിന് നമുക്കറിയുന്നത് പോലെ പ്രബീർ പുഗാസയെ ജയിലിലടച്ച കാര്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ന്യൂസ് ക്ലിക്കിനെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെയും കാര്യം നമുക്കറിയാം. കോവിഡ് കാലത്ത് ഗംഗയിൽ ശവശരീരങ്ങൾ ഒഴുകി നടക്കുന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് ദൈനിക് സമാചാറിനെതിരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നടപടി സ്വീകരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രവണതകൾ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ജനാധിപത്യപരവും മതനിരപേക്ഷ ഉള്ളടക്കവുമുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ശക്തിയായിട്ട് എതിർക്കുന്ന, അത് എതിർക്കുക മാത്രമല്ല പ്രായോഗികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള, ദേശസ്നേഹത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും നടന്നു വരുന്നത് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത്തരത്തിൽ സാംസ്കാരിക ജനാധിപത്യ മേഖലയിലുള്ള ഫാസിസ്റ്റ് പ്രവണതക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിരോധം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ രൂപപ്പെട്ടു വരുന്ന സാംസ്കാരിക കൂട്ടായ്മക്ക് പൂർണ്ണമായ പിന്തുണ നൽകണമെന്ന് CPIM പ്രഖ്യാപിക്കുകയാണ്.